write the number of things in each set. നോക്കാം, അത് നമുക്ക് തന്നിരിക്കുന്നത് സ്മൈലീസ് ആണ് അല്ലേ. ഇവിടെ നോക്കൂ, രണ്ട് റോയിലായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് റോയിൽ 10 സ്മൈലീസ് ഉണ്ട്, സെക്കൻഡ് റോയിലും 10. അപ്പൊ 2 10s എത്രയാ? 20. നെക്സ്റ്റ് നോക്കൂ, എത്ര ഉണ്ട്? 4 അല്ലേ. 4 സ്മൈലീസ് അല്ലേ. 4 എന്ന ബോക്സ് എഴുതാ. 20 + 4 = 24 എന്ന ബോക്സിൽ എഴുതാം. നെക്സ്റ്റ് നോക്കൂ, ബോൾസ് ആണ്. ഈ ബോൾസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്? റോസ് ആയിട്ടാണ് അല്ലേ. ഫസ്റ്റ് ഓരോ റോയിലും എത്ര ബോൾസ് ആണ്? 10 ബോൾസ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് റോസ് എത്രയാണ്? 4 ആണ് അല്ലേ. 4 റോസ് ആണ്. അപ്പൊ 4 10s അല്ലേ. അപ്പൊ എത്രയാ വരിക? 40 അല്ലേ. 40 പ്ലസ് നെക്സ്റ്റ് എത്ര ബോൾസ് ഉണ്ട്? 2 അല്ലേ. 2 എന്ന ബോക്സിൽ എഴുതാ. 40 + 2 = എത്രയാ? 42. അടുത്തത് നമുക്ക് തന്നിരിക്കുന്നത് സേഫ്റ്റി പിൻസ് ആണ് അല്ലേ. ഇവിടെയും എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? റോസ് ആയിട്ടാണ്. ഓരോ റോസിലും 10 സേഫ്റ്റി പിൻസ് ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് റോസ് നമുക്കൊന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 റോസ് ഉണ്ട് അല്ലേ. 7 റോസ് ഓഫ് 10 സേഫ്റ്റി പിൻസ് അല്ലേ. അപ്പൊ നമുക്ക് കൗണ്ട് ചെയ്യാലോ. എങ്ങനെ വരിക? 70 അല്ലേ. 7 10s അല്ലേ. 70 ആണ്. 70 എന്ന ബോക്സിൽ എഴുതുക. പ്ലസ് ഇനി എത്ര സേഫ്റ്റി പിൻസ് ഉണ്ട്? 8 അല്ലേ. കൗണ്ട് ചെയ്ത് നോക്കുക. 70 + 8 എത്രയാ? 78 അല്ലേ. ഇനി അടുത്തത് നോക്കൂ, ഇവിടെ ബട്ടൺസ് ആണ് നമുക്ക് കാണുന്നുണ്ട്. അതൊക്കെ റോ ആയിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. റോസിലായിട്ട് വെച്ചിരിക്കുകയാണ് അല്ലേ. നമുക്ക് നോക്കാം അല്ലേ. ഒരു ഫസ്റ്റ് റോയിൽ 10 ആണ്. അങ്ങനെ എത്ര റോസ് ആണ്? ടോട്ടൽ നമ്പർ ഓഫ് റോസ് ഒന്ന് നോക്കൂ. 1 2 3 4 5 6 ആണ്. അപ്പൊ 6 റോസ് ആണ് അല്ലേ. അപ്പൊ എത്രയാ വരിക? 60 ബട്ടൺസ് അല്ലേ വരിക അതില്. നെക്സ്റ്റ് ഒരു 3 ബട്ടൺസും കൂടി. അപ്പൊ എത്രയാ വരിക? 60 + 3 = 63 എന്ന ബോക്സിൽ എഴുതുക. അടുത്തത് ബിന്ദീസ് ആണ്, പൊട്ടുകള്. ഇവിടെ നോക്കുക കേട്ടോ, കുറെ ഡിഫറെന്റ് കളേഴ്സ് ഓഫ് ബിന്ദീസ് ആ തന്നിരിക്കുന്നത്. ഫസ്റ്റില് 10 ബിന്ദീസ് ആണ്. അങ്ങനെ എത്ര റോസ് ആണെന്ന് കൗണ്ട് ചെയ്യൂ. 1 2 3 4 5 6 7 8 9 10 ഉണ്ട് അല്ലേ. ഹൗ മെനി ബിന്ദീസ് ഇൻ ഓൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. 10 10s ആണ് അല്ലേ. അപ്പൊ എത്രയാ വരിക? 100 അല്ലേ. 100 എന്ന ബോക്സിൽ എഴുതുക. കളർഫുൾ ബീഡ്സ് ഓഫ് വേരിയസ് കളേഴ്സ് ആർ ഗിവൺ ടു 5 ചിൽഡ്രൻ. ഹൗ മെനി ബീഡ്സ് ഡിഡ് ഈച്ച് ഗെറ്റ്? 5 കുട്ടികൾക്ക് വിവിധ നിറത്തിലുള്ള ബീഡ്സുകളാണ് കൊടുത്തത്. ഓരോ കുട്ടികൾക്കും എത്ര ബീഡ്സ് കിട്ടി എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നമുക്കവിടെ കാണിച്ചിട്ടുണ്ട്. ഇഫയ്ക്ക് കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്? റെഡ് ബീഡ്സ് 10, ദെൻ ബ്ലൂ ബീഡ്സ് 10, ഗ്രീൻ ബീഡ്സ് 10, അഗൈൻ ബ്ലൂ 7 അല്ലേ. 7 ബീഡ്സ് ആണ്. അപ്പൊ നമുക്കൊന്ന് കൗണ്ട് ചെയ്യല്ലേ. 3 10s പിന്നെ ഒരു 7ഉം. എത്രയാ വരിക? 3 10s and 7 make എത്രയാ? 30 + 7 = 37 അല്ലേ. 37 എന്ന ബോക്സിൽ എഴുതാ. ഇതുപോലെ ബാക്കി കൗണ്ട് ചെയ്യുക. അരുണ്ട് എത്രയാ വരിക? 30 + 5 30 + 5 അല്ലേ. 35 അല്ലേ ബോക്സിൽ എഴുതാ. നെക്സ്റ്റ് ഷെറിൻ ആണ്. എത്രയാ വരിക? 5 10s പിന്നെ ഒരു 6ഉം. അപ്പൊ എത്രയാ വരിക? 50 + 6 എത്രയാ? 56 എന്ന് എഴുതാ. നെക്സ്റ്റ് എത്ര 10s ആണ്? 5 10s തന്നെയാണ്, പ്ലസ് ഒരു 8ഉം. എത്രയാ വരിക? 58. നെക്സ്റ്റ് 4 10s പിന്നെ ഒരു 4ഉം. 40 + 4 44. Write the number of beads from the largest to the smallest. ഈ തന്നിരിക്കുന്ന മുത്തുകളിലെ മുത്തുകളുടെ എണ്ണം വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് എത്രയാ വരിക? മാളുവിന്റെ ആണ് അല്ലേ. 58 ആണ്. നെക്സ്റ്റ് 56 അല്ലേ. നെക്സ്റ്റ് ഏതാ വരിക? 44, 37, then 35. Malu and her friends collected beads of different colors. How many beads of each color? മാളുവിന്റെ ഫ്രണ്ട്സും വിവിധ നിറത്തിലുള്ള മുത്തുകള് കളക്ട് ചെയ്തു. ഓരോ നിറത്തിലും എത്ര മുത്തുകൾ ഉണ്ട് എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ റെഡ്, യെല്ലോ, ഗ്രീന്, ബ്ലൂ, ബ്ലാക്ക് എന്ന് തന്നിട്ടുണ്ട്. റെഡ് എത്രയാണ്? 50 and 4 make എത്രയാ? 54 ആണ് അല്ലേ. നെക്സ്റ്റ് നോക്കൂ, യെല്ലോ ബീഡ്സ് 30 and 5 make എത്രയാ? 35 അല്ലേ. 35 എന്ന് അവിടെ എഴുതുക. ഗ്രീന് 60 and 6 make എത്രയാണ്? 66 അല്ലേ. 66 എന്ന് എഴുതുക. നെക്സ്റ്റ് നോക്കൂ, ബ്ലൂ നോക്കൂ. അവിടെ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് നമുക്ക് 47 എന്ന് തന്നിട്ടുണ്ട്. നമുക്കത് എങ്ങനെ എഴുതാം? 40 and 7 make എന്ന് എഴുതാലോ. 47 അല്ലേ. നെക്സ്റ്റ് ബ്ലാക്ക് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് 28 എന്ന് തന്നിട്ടുണ്ട്. ഡാഷ് ആൻഡ് 8 make ആണ് 28 എന്ന് തന്നിരിക്കുന്നത്. അപ്പൊ 8ന്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോൾ 28 വരിക? 20 അല്ലേ. 20 and 8 make 28. അടുത്തത് സ്നേക്ക് ആൻഡ് ലാഡർ. പാമ്പും കോണിയില്ലേ, അതാണ് കേട്ടോ. ലെറ്റ് us play snakes and ladders. For that write numbers from 1 to 100 in order. Don't forget to draw more snakes and ladders. ജസ്റ്റ് 1 to 100 വരെ നിങ്ങൾക്ക് എഴുതാൻ അറിയണം കേട്ടോ. അതിനായിട്ട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം കുറച്ച് എന്ത് ചെയ്യാം? സ്നേക്സിനെയും അതുപോലെ തന്നെ കോണികളും വരയ്ക്കാൻ മറക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ പാമ്പും കോണി. ഇതുപോലെ 1 to 100 വരെ എഴുതുക കേട്ടോ. നെക്സ്റ്റ് write the missing numbers in
in the last two pictures as in the first. അതായത് അവസാനത്തെ രണ്ട് പിക്ചറിൽ വിട്ടുപോയ നമ്പേഴ്സ് ആദ്യത്തിൽ കാണിച്ച പോലെ ഫില്ല് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നോക്കൂ, ഇവിടെ പെൻഗ്വിൻസ് ആണ് അല്ലേ തന്നിരിക്കുന്നത്. ഇവിടെ നോക്കൂ എങ്ങനെയാണ് 59, 60, 61 അങ്ങനെ തന്നിരിക്കുന്നത് അല്ലേ. നമ്പർ ജസ്റ്റ് ബിഫോർ 60യും നമ്പർ ജസ്റ്റ് ആഫ്റ്റർ 60യും അങ്ങനല്ലേ തന്നിരിക്കുന്നത്. സെക്കൻഡ് പിക്ചറിൽ നോക്കൂ 95 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമ്പർ ജസ്റ്റ് ബിഫോർ 95ഉം നമ്പർ ജസ്റ്റ് ആഫ്റ്റർ 95ഉം എഴുതിയാൽ മതി അല്ലേ. അപ്പൊ നമ്പർ ജസ്റ്റ് ബിഫോർ 95 എത്ര വരിക, 94 അല്ലേ. ഇവിടെ എഴുതി 94 എന്ന്. നമ്പർ ജസ്റ്റ് ആഫ്റ്റർ 95 എത്ര വരിക, 96 അല്ലേ. 96 എന്ന് എഴുതുക. അടുത്തത് നോക്കൂ, നമുക്ക് 2 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. നടുകിലത്തെ നമ്പറാ വിട്ടുപോയിരിക്കുന്നത് അല്ലേ. 89 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 89 കഴിഞ്ഞാലുള്ള നമ്പർ അല്ലേ. നമ്പർ ജസ്റ്റ് ആഫ്റ്റർ 89 അല്ലേ എഴുതേണ്ടത്. 89 കഴിഞ്ഞാൽ ഏതാ വരിക, 90 അല്ലേ. 90 എന്ന് എഴുതുക. നെക്സ്റ്റ് റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ് ഇൻ ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. ചോട്ടിൽ തന്ന പിക്ചേഴ്സിലെ വിട്ടുപോയ നമ്പേഴ്സ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഡ്രാഗൺ ഫ്ലൈസ് ആണ് കേട്ടോ, തുമ്പികൾ. ഇവിടെ നോക്കൂ എങ്ങനെയാണ്. ഫസ്റ്റ് നമുക്ക് കാണിച്ചിട്ടുണ്ട് 38 എന്ന ഡ്രാഗൺ ഫ്ലൈന്റെ മേലെ നമ്പർ ഉണ്ട് കേട്ടോ. 38 എന്ന് പറഞ്ഞ നമ്പർ എഴുതിയിട്ടുണ്ട്. അതെങ്ങനെയാ എഴുതിയിരിക്കുന്നത്, 10 + 10 + 10 + 8 ആണ് 38. 30 + 8 ആണ് 38 അങ്ങനെ കാണിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് നോക്കൂ, ഡ്രാഗൺ ഫ്ലൈയിലുള്ള നമ്പർ എത്രയാ, 26 അല്ലേ. നമുക്ക് ഇതുപോലെ എഴുതാലോ. 26ൽ എത്ര ടെൻസ് ഉണ്ട്, 2 ടെൻസ് അല്ലേ. അപ്പോൾ 10 + 10 + 6 എന്ന് എഴുതുക. 20 + 6 എന്ന് നെക്സ്റ്റ് വിങ്ങിൽ എഴുതുക കേട്ടോ. അടുത്തത് നോക്കൂ, ഇവിടെ നമുക്ക് ഡ്രാഗൺ ഫ്ലൈന്റെ മുകളിലുള്ള നമ്പർ നമുക്ക് തന്നിട്ടില്ല. അവിടെ കാണിച്ചിട്ടുണ്ട് എത്ര ടെൻസ് ആണ്, 1 2 3 4 5 ടെൻസ് ആണ് അല്ലേ. 5 ടെൻസിന്റെ കൂടെ ഒരു 4ഉം കൂടി ആഡ് ചെയ്തിരിക്കണം. എത്രയാ വരിക, 5 ടെൻസ് എന്ന് പറഞ്ഞാൽ 50. 50 + 4 എത്രയാ, 54 അല്ലേ. അപ്പൊ ഡ്രാഗൺ ഫ്ലൈന്റെ മുകളിൽ എന്ത് എഴുതുക, 54 എന്ന നമ്പർ എഴുതുക. അതായത് 50 + 4 അല്ലേ 54. അങ്ങനെ വിങ്സിൽ എഴുതി ചേർക്കുക കേട്ടോ. അടുത്തത് നോക്കൂ, ഡ്രാഗൺ ഫ്ലൈന്റെ മുകളിൽ നമ്പർ എത്രയാ, 65 ആണ്. ഇതുപോലെ എഴുതുക. 60 + 5 അല്ലേ 65 അങ്ങനെ എഴുതുക. ദെൻ എത്ര ടെൻസ് വേണം 60 ആവാനായിട്ട്, 6 ടെൻസ് അല്ലേ. 10 + 10 + 10 + 10 + 10 + 10 + 5 എന്നും കൂടി എഴുതുക. നെക്സ്റ്റ് റൈറ്റ് നമ്പേഴ്സ് ഇൻ ഓർഡർ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അതായത് നമ്പേഴ്സ് എല്ലാം ഓർഡറിൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വോംസിന്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. 65, 64, 63. ഇവിടെ ഡിക്രീസിങ് ആണല്ലോ, കുറഞ്ഞു വരികയല്ലേ ചെയ്യുന്നത്. ഡിസെൻഡിങ് ഓർഡറിലാണ് തന്നിരിക്കുന്നത്. എത്ര വെച്ചിട്ടാണ് കുറഞ്ഞിരിക്കുന്നത്, 65 കഴിഞ്ഞിട്ട് 64, 1 ഡിക്രീസ് ആയി അല്ലേ. 64 കഴിഞ്ഞിട്ട് 63, 1 വെച്ചിട്ട് കുറയ്ക്കല്ലേ. അപ്പൊ നീ കുറച്ച് എഴുതാലോ. നെക്സ്റ്റ് 62, 61, 60, 59, 58, 57, 56. ഇനി സെക്കൻഡ് വൺ നോക്കുക കേട്ടോ. ഫസ്റ്റ് നമുക്ക് 2 നമ്പേഴ്സ് തന്നിട്ടില്ല. എങ്ങനെയാണ്, ഡിക്രീസിങ് ഓർഡറിലാണോ ഇൻക്രീസിങ് ഓർഡറിലാണോ നോക്കുക. അപ്പൊ നോക്കൂ, 88, 89, 90. ഇവിടെ എന്താ ചെയ്യുന്നത്, അസെൻഡിങ് ഓർഡർ ആണ് അല്ലെ, കൂടുകയാണ്, ഇൻക്രീസിങ് ഓർഡർ ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഈ 8ന്റെ തൊട്ട് മുന്നത്തെ കിടക്കുന്ന നമ്പർ കാണണം അല്ലേ. ദ നമ്പർ ജസ്റ്റ് ബിഫോർ 88 ഏതാ വരിക, 87 അല്ലേ. ദെൻ ദ നമ്പർ ജസ്റ്റ് ബിഫോർ 87 ഏതാ, 86 ആണ് അല്ലേ. അപ്പൊ 86, 87, 88, 89, 90 തന്നിട്ടുണ്ട്. 91, 92, 93, 94, 95 അങ്ങനെ ഫില്ല് ചെയ്യുക. അടുത്തത് നോക്കൂ, ഇവിടെ നമുക്ക് ആദ്യത്തിലൊന്നും നമ്പേഴ്സ് തന്നിട്ടില്ല. ലാസ്റ്റ് 3 നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. 28, 29, 30 എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ബാക്കി ഫില്ല് ചെയ്യണ്ടേ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ദ നമ്പർ ജസ്റ്റ് ബിഫോർ 28 കാണുക. അപ്പൊ എത്രയാ വരിക, 27 അല്ലേ. 27ന്റെ ജസ്റ്റ് ബിഫോർ 27. അപ്പൊ എത്രയാ വരിക, 26, then 25, 24, 23, 22, 21 അല്ലേ വരിക. 21, 22, 23, 24, 25, 26, 27, 28, 29, 30. നെക്സ്റ്റ് നോക്കൂ, ഇവിടെ നമുക്ക് ബോക്സിൽ 91 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. മിഡിൽ ആയിട്ടാണ് അല്ലേ അത് തന്നിരിക്കുന്നത്. നമുക്ക് ഇനി എന്ത് ചെയ്യണം, 3 നമ്പേഴ്സ് ബിഫോർ 91 എഴുതണം. ദെൻ 3 നമ്പേഴ്സ് ആഫ്റ്റർ 91 എഴുതണം കേട്ടോ. അപ്പൊ ജസ്റ്റ് ബിഫോർ 91 ഫസ്റ്റ് എഴുതുക. അപ്പൊ എത്രയാ വരിക, 90 അല്ലേ. തൊട്ട് മുന്നത്തെ ബോക്സിൽ 90 എന്ന് എഴുതുക. ദെൻ നെക്സ്റ്റ് എത്രയാ വരിക, 89 അല്ലേ. 89, ദെൻ 88. അടുത്ത് 91 കഴിഞ്ഞാൽ 92, 93, 94 ഫില്ല് ചെയ്യുക കേട്ടോ. അടുത്തത് നോക്കൂ, 79 എന്ന് തന്നിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് നോക്കൂ, നമുക്ക് 74 ആണ്. അപ്പൊ അത് കുറഞ്ഞു വരികയാണല്ലോ, ഡിസെൻഡിങ് ഓർഡറിലാണല്ലോ തന്നിരിക്കുന്നത്. അപ്പൊ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. നോക്കൂ, 79 കഴിഞ്ഞാൽ 78, 77, 76, 75, 74, പിന്നെ 73. അടുത്തത് നോക്കൂ, 93 എന്ന് നമുക്ക് ലാസ്റ്റ് നമ്പർ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നില്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതാം, അല്ലെങ്കിൽ ഡിസെൻഡിങ്
ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക കേട്ടോ. ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 94, നെക്സ്റ്റ് തൊട്ട് മുന്നത്തെ നമ്പർ 94 എന്ന് എഴുതുക, നെക്സ്റ്റ് മുന്നത്തെ നമ്പർ 95, then 96, 97, 98, 99. ഇനി അത് അസെൻഡിങ് ഓർഡറിൽ എഴുതുകയാണെങ്കിൽ എന്ത് എഴുതുക, 92, 91, 90, 89, 88, 87 ഇങ്ങനെ എഴുതുക കേട്ടോ. നെക്സ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. വിട്ടുപോയത് ഫിൽ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. 60, 50, 40. ഇവിടെ 10 10 വെച്ച് കുറയാണ് അല്ലേ. നെക്സ്റ്റ് 30, then 20, 10. അടുത്തത് നോക്കൂ, 45, 55, 65. ഇവിടെ എത്രയാണ്, ഇൻക്രീസിങ് ആവുകയാണ്. എത്ര വെച്ചിട്ടാ കൂടുന്നത്, 10 10 വെച്ചിട്ടല്ലേ. 45ന്റെ കൂടെ ഒരു 10 വന്നാലാണ് 55 വരിക. 55ന്റെ കൂടെ 10 വന്നാൽ 65. അപ്പൊ നെക്സ്റ്റ് എന്താ വരിക, 75, 85, 95. അടുത്തത് നോക്കൂ, 35, 40, 45. ഇവിടെ എങ്ങനെയാണ്, 5 വെച്ചിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത് കേട്ടോ. 35ന്റെ കൂടെ 5 ആഡ് ചെയ്ത 40, 40ന്റെ കൂടെ 5 ആഡ് ചെയ്ത 45, 45ന്റെ കൂടെ 5 ആഡ് ചെയ്ത 50, 50യുടെ കൂടെ 5 ആഡ് ചെയ്ത 55, 55ന്റെ കൂടെ 5 ആഡ് ചെയ്ത 60. നെക്സ്റ്റ് ബൈക്ക് റേസ്. ഇഫ് ദ ബൈക്ക് ഹിറ്റ്സ് ദ സൈഡ് ദ ഗെയിം എൻഡ്സ്. ബൈക്ക് സൈഡുകളിൽ മുട്ടുകയാണെങ്കിൽ കളി അവസാനിക്കും. ദ ഗെയിം സ്റ്റാർട്ട്സ് അറ്റ് 25. ദ റൈഡർ ഗെറ്റ്സ് 10 ഗോൾഡ് കോയിൻസ് ഈച്ച് ടൈം 5 ഈസ് ആഡഡ്. കളി തുടങ്ങുന്നത് 25 നിന്നാണ്. 5 കൂട്ടി കിട്ടുന്നതിൽ നിന്നെല്ലാം 10 സ്വർണ്ണ നാണയങ്ങൾ കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കാം ഇന്ന് എന്താ പറഞ്ഞിരിക്കുന്നത്. റാസി വാസ് ഔട്ട് അറ്റ് 57. ഹൗ മെനി ഗോൾഡ് കോയിൻസ് ഡിഡ് ഹി ഗെറ്റ്. റാസി പറഞ്ഞതാണ് റൈഡറുടെ പേര്. ആ റൈഡർ ഔട്ട് ആയപ്പോഴാണ് 57ലാണ് അല്ലേ. 57ൽ എത്തുന്ന സമയത്ത് സൈഡിൽ പോയിട്ട് മുട്ടിയുണ്ടാവും, അപ്പൊ ഔട്ട് ആയി ഉണ്ടാവും. ഹൗ മെനി ഗോൾഡ് കോയിൻസ് ഡിഡ് ഹി ഗെറ്റ്. അവൻ എത്ര ഗോൾഡ് കോയിൻസ് കിട്ടിയിട്ടുണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അറ്റ് വിച്ച് നമ്പേഴ്സ്, ഏതൊക്കെ നമ്പേഴ്സിലാണ് ഗോൾഡ് കോയിൻസ് കിട്ടുക. കളർ ദീസ് നമ്പേഴ്സ് ആൻഡ് റൈറ്റ് ദം. ഈ നമ്പേഴ്സ് എല്ലാം കളർ ചെയ്യുക, എന്നിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് 25ലാണ്. ഓരോ 5 കൂട്ടി കിട്ടുന്നതിലാണ് അല്ലെ ഗോൾഡ് കോയിൻസ് കിട്ടുക. 25ന്റെ കൂടെ 5 ആഡ് ചെയ്ത് എത്രയാ വരിക, 30 അല്ലേ. അപ്പൊ 30 നമുക്ക് കളർ ചെയ്യാം. നെക്സ്റ്റ് ഏതാ വരിക, 30യുടെ കൂടെ 5 ആഡ് ചെയ്ത 35, അത് കളർ ചെയ്യുക, നമ്പർ കളർ ചെയ്യുക. ദെൻ 40 കളർ ചെയ്യുക, 45, 50, 55 ഇതെല്ലാം കളർ ചെയ്യുക. 57ലാണ് ഔട്ട് ആയത്. അപ്പൊ 60 വരില്ലല്ലോ. എത്ര ഗോൾഡ് കോയിൻസ് ആണ് കിട്ടുക, 1 2 3 4 5 6 6 10s അല്ലേ. ഓരോ 5ലും 10 ഗോൾഡ് കോയിൻസ് കിട്ടൂലോ. അപ്പൊ എത്രയാ വരിക, 6 10s എത്രയാ, 60 അല്ലേ. അപ്പൊ 60 എന്ന് എഴുതുക. നെക്സ്റ്റ് റൈഡറുടെ നോക്കൂ. ദ ഗെയിം ബിഗിൻസ് അറ്റ് 26. ദ റൈഡർ ഗെറ്റ്സ് 5 ഗോൾഡ് കോയിൻസ് ഈച്ച് ടൈം 2 ഈസ് ആഡഡ്. എന്താണ്, കളി തുടങ്ങുന്നത് 26ൽ നിന്നാണ് അല്ലെ, 26ൽ നിന്നാണ്. 2 കൂട്ടി കിട്ടുന്നതിൽ നിന്നെല്ലാം 5 സ്വർണ്ണ നാണയങ്ങൾ കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 26ലാണ് അല്ലെ. ഇനി എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദിയ വാസ് ഔട്ട് അറ്റ് 47. ദിയ ഔട്ട് ആയപ്പോഴാണ് 47ൽ എത്തിയപ്പോ. ഹൗ മെനി ഗോൾഡ് കോയിൻസ് ഡിഡ് ഷീ ഗെറ്റ്. എത്ര ഗോൾഡ് കോയിൻസ് അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും, എത്ര ഗോൾഡ് കോയിൻസ് അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അറ്റ് വിച്ച് നമ്പേഴ്സ്, ഏതൊക്കെ നമ്പേഴ്സിലാണ് കിട്ടിയിരിക്കുക. കളർ ദീസ് നമ്പേഴ്സ് ആൻഡ് റൈറ്റ് ദം. ഈ നമ്പേഴ്സ് എല്ലാം കളർ ചെയ്തിട്ട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ 26ന്റെ കൂടെ 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാ വരിക, 28. 28ന്റെ കൂടെ 2 ആഡ് ചെയ്ത 30, 32, 34, 36, 38, 40, 42, 44, then 46. ഈ നമ്പേഴ്സ് എല്ലാം കളർ ചെയ്യുക. ഈ നമ്പേഴ്സിലൊക്കെയാണ് ഗോൾഡ് കോയിൻസ് കിട്ടിയിരിക്കുക. എത്ര ഗോൾഡ് കോയിൻസാ കിട്ടിയിരിക്കുന്നത് നമുക്ക് നോക്കാം. കൗണ്ട് ചെയ്ത് നോക്കൂ. 10 5കളാണ് അല്ലേ. എത്രയാ വരിക, 50 അല്ലേ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.